രാത്രി ഇങ്ങനെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് അനിയത്തി ചോക്ലേറ്റ് ഉണ്ടെന്ന്. അപ്പൊ അതും കഴിച്ചുകൊണ്ടാണ് ഈ സംസാരിച്ചുകൊണ്ട് എത്ര 1 മണി കഴിഞ്ഞിട്ട് കിടക്കാൻ നേരത്തെ അങ്ങനെ നേരം വെളുത്തിടാ അവല് സുബിക്കാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഇനി ഇനിമോളിന്റെ കൂടെ തന്നെ എണീക്കൂട്ടാ. അപ്പൊ അത് അനിയത്തിന്റെ മോനാണ്, അപ്പൊ ദിലുട്ടോ. അപ്പൊ അവനും എണീച്ചിട്ടുണ്ട്. പിന്നെ വോയിസ് ഓവർ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഒരു സൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പൊ വീട്ടിൽ പണിക്കാരുണ്ട്, ബ്രദറിന്റെ കിണർ പണിയാണ് കേട്ടോ. അപ്പൊ എന്താ വെള്ളം കണ്ടോളും കിണർ പണി ഉണ്ടാവില്ല. അപ്പൊ നമ്മള് വോയിസ് ഓവർ നീണ്ടു പോകല്ലാത്ത ഒന്നും നടക്കൂല. പിന്നെ പണിക്കാർ പോയിട്ട് കൊടുക്കാൻ വിചാരിച്ചാലോ അപ്പൊ ഇനമോൾ ഓണറിട്ട് അപ്പോൾ ഉറങ്ങുന്ന ഒരു ടൈമിൽ കിട്ടുന്ന ഗ്യാപ്പിൽ ചെയ്യണതാണ്. അപ്പൊ എന്താ എല്ലാവരും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കട്ടോ. അപ്പൊ എന്താ പരിപാടി വെച്ചാല് സൽക്കാരാണ്, കല്യാണം കഴിഞ്ഞിട്ടുള്ള സൽക്കാരാണ് കേട്ടോ. അപ്പൊ അമ്മായിമ്മ സൽക്കാരം നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അവര് നമ്മളെ വീട്ടിലേക്ക് ക്ഷണിക്കേണ്ട കാര്യമാണ് കേട്ടോ. പിന്നെന്താ വെച്ചാല് കല്യാണ വീഡിയോ എൻഗേജ്മെന്റ് വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്കൊക്കെ പോയി കയറി കണ്ടോ കേട്ടോ. കുഞ്ഞു ക്ലിപ്പാണ്, അതുകൊണ്ട് പെട്ടെന്ന് പരിപാടി ചെയ്യുമ്പോൾ ബോറടിക്കൊന്നുമില്ല കേട്ടോ. പിന്നെന്താ അങ്ങനെ ഞാൻ എളാമ്പാടിയാണ് ഇന്നലെ രാത്രി വന്നതാണ്. ഇമ്മൂന്റെ വെളിന്റെ കൊണ്ട് വന്നതാട്ടോ. പിന്നെന്താ രാവിലെ എണീച്ചിട്ട് കാഴ്ച എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ പോകണത്. അപ്പൊ എന്താ പുട്ടുംകുറ്റി നല്ല ആവി കയറിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പൊ എളുപ്പക്കടി എന്ത് പരിപാടി ഉണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പക്കടി എന്താ പത്തിരി ഒന്നല്ല പുട്ടാണ്ടാവും. അപ്പൊ അടുക്കളയ്ക്ക് പോയപ്പോ തകൃതിയായിട്ടുള്ള തേങ്ങ ചിരണ്ടല്ല കേട്ടോ. അപ്പൊ എന്താ കുറെ തേങ്ങ രണ്ടെണ്ണം പുട്ടുക്ക് വേണം, പുട്ടുക്കുള്ള കടലക്കറി വേണം, ഉച്ചക്കുള്ള സാദാ ചോറാണ് വെറും ചോറ്. അപ്പൊ അതുക്കുള്ള കർമ്മത്തിക്കറിയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ നിർത്താതുള്ള തേങ്ങ ചിരലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുഖത്തേക്ക് നോക്കണുണ്ടെങ്കിൽ പാവം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്താട്ടി കർമ്മത്തി നുറുക്കാൻ പോയിട്ടാ. അപ്പൊ 2 ആൾക്കാർ പിന്നെ കുറ്റിച്ചൂലിയിട്ട് ഇറങ്ങിയാണ് മുറ്റടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ കല്യാണ പെണ്ണുണ്ടല്ലോ പുതിയ എണ്ണ്. അപ്പോൾ ഓള് മുറ്റടിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ തൊടി അടിച്ചു തരാൻ വേണ്ടിയിട്ട് എൻ്റെ അനിയത്തിയും കയറിയിട്ടുണ്ട്. അപ്പൊ റോഡ് സൈഡിൽ തന്നെയാണ് വീട് കേട്ടോ. അപ്പൊ എന്താട്ടി നമ്മളെ വീടും പരിസരം നന്നായിട്ട് എല്ലാവരും നോക്കുമല്ലോ, നമ്മൾ നന്നായിട്ട് അടിച്ചു തരുന്നല്ലോ. അതിൽ തന്നെ പന്തൽ പണിക്കാരൻ വന്നിട്ടുണ്ട്. അപ്പോൾ ടേബിളിനും കസേരനൊക്കെ മറ്റേ ഡ്രസ്സ് ഇടിപ്പിച്ചു കൊടുക്കണം, നല്ല ഭംഗിയില്ലേ. അപ്പൊ അതിന്റെ പണിയിലുണ്ട്. പിന്നെ അവരെ പന്തൽ പണിക്കാരെ കുറെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്തേക്കണല്ലോ. അപ്പൊ ഞാനും പുതിയെണ്ണോ എന്ന് പറയുമ്പോൾ ഓൾക്ക് ഭയങ്കര ഇനിയിപ്പോ ദേഷ്യം വരും, എനിക്ക് ഉറപ്പാണ്. അപ്പൊ നമ്മൾ പെണ്ണൂന്നാണ് വിളിക്കലേട്ടാ. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിചയം ഒന്നും കൂടി നിങ്ങൾ ഒറ്റ കിട്ടുമ്പോഴാണല്ലോ നമ്മൾ ഒന്നും കൂടി പരിചയപ്പെടുക. പിന്നീട് ഇനമോളിന്റെ പിന്നാലെ ഇങ്ങനെ കുറുമ്പാട്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഉറക്കം വന്നിട്ടാ. അപ്പോൾ അവളെ കുളിപ്പിച്ചിട്ട് കഞ്ഞിയൊക്കെ കൊടുത്താ മുകൾക്ക് ഉറക്കാൻ പോയിട്ടാ. മുകളിലാണ് നല്ല ഒച്ചപ്പാടായിട്ട് അവൾ പെട്ടെന്ന് എണീച്ചിട്ട് വേഗം പോരിട്ടാ. ആകെ ഉറങ്ങുന്ന ഒരു 1/2 മണിക്കൂറാണ്. അപ്പോൾ കുറച്ചു നേരം ഉറങ്ങിക്കോട്ടെ വെച്ചിട്ട് മുകളിൽ കൊണ്ടുപോയി കിടത്തി. അപ്പോൾ ഒരാൾ അടിച്ചു വരുന്നുണ്ട്, ഓരോരുത്തർ തുടച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ താഴെ വന്നപ്പോൾ എൻ്റെ അമ്മക്ക് വന്നിട്ട് അടുക്കളയിലുണ്ട്. പിന്നെ കാര്യമായിട്ട് പണിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ വെറും ചോർക്ക് ഉച്ചക്കൊക്കെ ഉള്ളത് സെറ്റാക്കാനുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് തേങ്ങ അരക്കാൻ നിന്നിട്ടോ. പിന്നെ തേങ്ങ അരക്കുന്നത് നമ്മൾ തൈരും കൂട്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കറിക്ക് നേരിട്ടിട്ട് കർമ്മത്തിക്കറിക്ക് നേരിട്ട് തൈര് ഒഴിക്കുമ്പോൾ അത് കട്ടെത്താൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ എളാമ പറഞ്ഞാട്ടാ. അപ്പൊ നമ്മള് തേങ്ങ അരക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഇട്ടിട്ട് തേങ്ങ അരച്ച വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പറഞ്ഞു. പിന്നെ നല്ല വിശപ്പുണ്ട് കേട്ടോ. രാവിലെ പുട്ടും കടലൊക്കെ തിന്നതല്ലേ. അപ്പൊ നല്ല ചോറും അതന്നെ കർമ്മത്തിക്കറി റെഡി ചെയ്യുന്നുണ്ട്. അപ്പൊ കിട്ടി കൂട്ടാനും കൂട്ടി തിന്നാൻ വിചാരിച്ച് വിശപ്പിന് കേട്ടോ. അപ്പൊ നല്ല മാന്തൽ പൊരിച്ചതും പിന്നെ പപ്പടം ചൂടോടൊക്കെ പൊരിക്കുന്നുണ്ട്. അപ്പൊ എന്താ ചൂടുള്ള പപ്പടവും കൂട്ടിയിട്ട് വിശക്കണവരൊക്കെ തിന്നിട്ട് വെറും ചോറൊക്കെ തിന്നിട്ടോ. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ഒന്ന് അയൺ ചെയ്യാൻ പോയതാണ്. അവിടെ പോയി നിന്നതേ ഓർമ്മ കിട്ടും. ആ വരവും വെയിറ്റ് ചെയ്ത് നിൽക്കണ മാതിരിയാണ്. ഓരോരുത്തരും ദദ്ദാന്ന് പറഞ്ഞ മാതിരി വെച്ചിട്ട് പോകണം, ഇതും കൂടി ഇട്ടാന്ന് പറഞ്ഞിട്ടെ. അങ്ങനെ ഒരു 10-15-20 മിനിറ്റ് എന്താ അയൺ ചെയ്ത് കുത്തിരുന്നാണ്. പിന്നെ ടൈം ഇപ്പോൾ ഓരോരുത്തർ വന്നു തുടങ്ങി കേട്ടോ. എന്താ പറയുക, എല്ലാം വരുന്നവർക്കൊക്കെ ഫ്രൂട്ട്സ് കട്ടിങ് കേട്ടോ. അതാണ് നമ്മള് അപ്പം വരുന്നവർക്ക് പിടിച്ചിട്ട് കൊടുക്കുന്ന പണി എന്നൊക്കെ പറയുന്നത്. അത് ഉറുമാമ്പഴം തൊലിക്കാനൊക്കെ ഭയങ്കര, ഉറുമാമ്പഴം എന്ന് പറഞ്ഞാൽ അനാറിട്ടാ തൊലിക്കാൻ ഭയങ്കര പണി, നല്ല കളറൊക്കെ കൈമലാകും. അപ്പൊ വയസ്സന്മാർക്കൊക്കെ ആ പണി കൊടുക്കുക. പിന്നെ ഇന്നമ്മൊക്കെ പായൊക്കെ നുറുക്കിയിട്ടുണ്ട്. അത് വെട്ടക്ഷണത്തിന്റെ മതിലുണ്ട്. അത് പ്രായം കൂടുതലുള്ളവർക്ക് ഈ പൂളക്കൊക്കെ വെട്ടണ വരെയാണ് ഓരോന്ന് വെട്ടിയിടുന്നത്. അങ്ങനെ കുട്ടീസാൾ അടക്കം എല്ലാവരും റെഡി ആക്കുന്നുണ്ട്. പെരയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറച്ചിലും, അടുക്കളയിലാണെങ്കിൽ ഫ്രൂട്ട്സ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ റോഡുമൊക്കെ ഇങ്ങനെ പൊന്നിന്റെ വീട്ടുകാരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണ്ട. അപ്പോഴാണ് ഓല എല്ലാവരും വണ്ടിയിലൊക്കെ വന്ന് ഇങ്ങനെ വരുവാണ്. അപ്പൊ ഞാൻ ചെറിയൊരു ജനാലിന്റെ ഇടയിൽ കൂടി ഞാൻ ചെറിയൊരു ക്ലിപ്പ് എടുത്താട്ടോ. അപ്പൊ ഇതാണ് നമ്മള് കുട്ടീസായിട്ട് ആമിയും അസൂട്ടോ. പിന്നെ ദിലുമോനും. ദിലു അനിയത്തിന്റെ കുട്ടിയാണ്. പിന്നെ ആ മടിയിൽ ഇരിക്കണ കേട്ടോ ആമിക്കുട്ടിട്ടാ. അവൾക്ക് തീരെ വയ്യ, കഫ്കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടാ. അവൾ ആകെ വയ്യാതെ നിൽക്കുന്ന കരച്ചിലേനി കേട്ടോ. പിന്നെ കല്യാണം കഴിഞ്ഞ പാടന്നെ കുട്ടീസാക്കൊക്കെ വയ്യായും അസുഖങ്ങളൊക്കെ തന്നെ അടുത്ത്. ആമി അസും ബ്രദറിന്റെ മക്കളാണ് കേട്ടോ. പിന്നെ കുട്ടികളുടെ മുന്നിൽ ഫോണൊക്കെ ഇട്ടെടുത്തിക്കണം. അങ്ങനെ ഇട്ടെടുക്കലൊന്നും ഇല്ല കേട്ടോ. അപ്പൊ വീട്ടിൽ കുറെ ആൾക്കാർ കാണുമ്പോൾ കുട്ടികൾക്ക് ഒരു കരച്ചിലൊക്കെ വരുമല്ലോ. ആ ഒരു പുറത്തോട്ട് മാറ്റി കൊടുക്കേണ്ട ശ്രദ്ധ കുറച്ചേരൊന്ന് തിരിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ അപ്പൊ തന്നെ ഒരു 5 മിനിറ്റ് കണ്ടിട്ട് വേഗം ഫോൺ എടുത്തേക്കും. അടുക്കള ഭാഗത്തേക്ക് പോയപ്പോൾ ആണുങ്ങൾക്കൊക്കെ ഫുഡ് എടുത്തിക്കുന്ന തിരക്കിലാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഫുഡല്ല പുറത്തുനിന്ന് ഏൽപ്പിച്ചത് കഴിഞ്ഞിട്ട്. നമ്മള് സാദാ ചോറ് മാത്രം വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ. അങ്ങനെ ടേബിളിൽ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വന്നവരൊക്കെ നമ്മൾ ക്ഷണിച്ചിരിക്കട്ടെ. മുന്നിൽ അമ്മോനും പിന്നെ അളിയന്മാരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പെണ്ണുങ്ങളൊക്കെ നമ്മൾ അടുക്കള ഭാഗത്താണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പിന്നെ സത്യം പറഞ്ഞാൽ വർത്തമാനം പറഞ്ഞ റൂമിൽ ഇങ്ങനെ മടിച്ച് കള്ളത്തിയാളായിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ചാല് അടുക്കളയ്ക്ക് പോയാൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് കട്ടിങ് പണി കിട്ടുവെച്ചിട്ട്. അപ്പൊ നമ്മള് വെറുതെ ഇട്ട വലിയ മെനക്കെട്ട പണിയൊന്നും ആയിട്ടില്ല. നമ്മൾ വന്ന കസിൻസ് ആളെല്ലാവരും ഞങ്ങളിപ്പോ വന്നല്ല, ഞങ്ങൾ കട്ട് ചെയ്തോളി പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ അവരാക്കിയതാണ്. അപ്പൊ നമ്മളെ
കസിൻസ് ആളില്ലേ ഫ്രൂട്ട് സലാഡ് പകുതിയോളം സെറ്റ് ആക്കി കേട്ടോ, ഇനി ഉണ്ട് കേട്ടോ. പിന്നെ പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും വീഡിയോയിൽ ഞാൻ പെട്ടിട്ടില്ല കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ പൊന്നിന്റെ വീട്ടിൽ പായസം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ചൂടല്ലേ, അപ്പൊ ഒന്ന് തണുത്തോട്ടെ വിചാരിച്ചിട്ടാണ് ഫ്രൂട്ട് സലാഡുമൊക്കെ ആയത്. അപ്പൊ ആ നിൽക്കുന്ന മഞ്ഞക്കിളിയാണ് നമ്മള് പൊന്നിട്ട്. അപ്പൊ ഓളെ പെരക്കാരെ കൂടെ ഓളിങ്ങനെ സൽക്കരിക്കാണ്. എന്നാ പെരക്കാരാണെങ്കിലോ ഇജി ഇരുന്ന് തിന്നോന്നിട്ട് പറഞ്ഞിട്ടില്ല തോന്നണം. ആ വിഷമോളെ മുഖത്തുണ്ട്. എന്നിട്ട് ആ വിഷമോള് തീർത്തതോ ലാസ്റ്റ് 2 ടേബിൾ ഇരുന്നിട്ട് ഓള് ഫുഡ് കഴിക്കണേ ഞാൻ കണ്ടിക്കണ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുക്കളപ്പുറത്ത് ഒരു പരിപാടി നടക്കണേട്ടോ. എല്ലാവരും ഫ്രൂട്ട് സലാഡ് കട്ടുന്നെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കിട്ടില്ല വിചാരിച്ചിട്ടില്ല. നമ്മളെല്ലാ വീട്ടിലും ഉണ്ടാവില്ല ഇങ്ങനെ കസിൻസ് ആള് കുറച്ച് ടീംസ്. നമ്മളെന്താ ഉണ്ടാക്കിയവർക്ക് ലാസ്റ്റ് ഉണ്ടാവില്ല പറഞ്ഞാൽ നമുക്കൊരു തിന്നലുണ്ടല്ലോ. അങ്ങനെ ഫ്രൂട്ട് സലാഡ് ഉണ്ട്, എല്ലാവരും കൂടെ തിന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോൾ ഒരു 3 മണിക്ക് കഴിക്കണം കേട്ടോ. പിന്നെ ഞാൻ കഴിച്ചത് ബിരിയാണിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ എപ്പോഴും മന്തിയാണ് ഫസ്റ്റ് തിന്നല്, പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്താ പറയുക എനിക്ക് ബിരിയാണിനോട് ഒരു പ്രിയം വന്നേക്കണം കേട്ടോ. അങ്ങനെ നല്ല ചക്കരപ്പുളിയൊക്കെ കൂട്ടിയിട്ട് നല്ല ബ്രോസ്റ്റ് പീസൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് ചോറൊക്കെ തന്നു. അപ്പൊ ഇത് തൊട്ടപ്പുറത്തെ ടേബിളിൽ നടക്കണ കാഴ്ചയാണ്. പെരക്കാരെ ലാസ്റ്റിൽ അറ്റാക്ക് ആണ് കേട്ടോ. അതും പെരക്കാരെ ഇതുകൊണ്ട് കുഴപ്പമില്ല, അതും തലക്കിയിലേക്ക് കേട്ടോ. പിച്ചുവിന്റെ വീഡിയോക്കുള്ള പോസിംഗ് ആണ് കേട്ടത്. എന്താ പറയുക ഇഷ്ടമുള്ളതൊക്കെ കഴിക്കില്ല. പിന്നെ ഇമ്മൂനൊക്കെ പപ്പടത്തിനോടൊക്കെ ദേഷ്യമുള്ള മാതിരി തവിട് പൊടിയാക്കിയിട്ട് തന്നിട്ടത്. ഇമ്മും ആളൊക്കെ ഒരു തലക്കിയില്ലട്ടോ, ഒരു തലക്കിൽ ബിരിയാണി ഉണ്ട്, അപ്പുറത്താണ് ഈ മന്തി. സംഗതി നല്ല രസന്നെയുണ്ട്. അടുക്കള ഭാഗത്തേക്ക് ഇങ്ങ് വർത്താനം പറഞ്ഞപ്പോ ഇരുന്നോടത്ത് നീ നീക്കൂല്ല, വർത്താനം പറഞ്ഞ അങ്ങനെ ഇരിക്കൂട്ടാ. പിന്നെ വിച്ചുവലൊക്കെ പിന്നെ ഐസ്ക്രീം ഉണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഫുഡ് ടൈപ്പൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അത് നല്ല രസമുണ്ട്. ഐസ്ക്രീം പാത്രമൊക്കെ നല്ല വടിച്ച് തിന്നു. പിന്നെ ഇന്ന ബേബി ഇല്ലേ ഐസ്ക്രീം കൊണ്ട് ഭയങ്കര മേക്കപ്പ് ഇടലാട്ടോ. പിന്നെ ഇതാണ് എന്റെ ഉമ്മിപ്പിട്ട്, എന്റെ ബ്രദർ ആമിന്റെ ഹസ്ബൻഡ് ഇപ്പച്ചിയാണ് കേട്ടോ. പിന്നെന്താ അതൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞുണ്ട്. പിന്നെ ഫുൾ തൊടു അടിച്ചെല്ലാം വേസ്റ്റ് കത്തിക്കലും പാത്രം കഴുകലും അങ്ങനെ ഭയങ്കര സീരിയാണ് കേട്ടോ. നല്ല രസമാണ്. ഞാൻ വെറുതെ ചുമ്മാ പിന്നാലെ നടക്കേനി കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം പിന്നെ കുറേ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ വന്നൊരു പലഹാരപ്പെട്ടിയൊക്കെ കൊണ്ടുട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകും. അപ്പൊ അത് കുടുംബക്കാർക്ക് ഓരിക്കലും പിന്നെ കറുത്തലവ ഓരിക്കലും. അപ്പൊ എന്താ കറുത്തലവ് അന്നത്തെ കഥ കേട്ടോ. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. എനിക്കെന്തൊരു മടി